ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് വേറൊരു അഡാറായിട്ടാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇന്നൊരു ക്രാഫ്റ്റാണ്. ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. തമ്മിൽ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ. പാത്രത്തിൻ്റെ മേലെ ഞാനൊരു മാർക്കർ കൊണ്ട് നമ്മൾക്ക് വേണ്ട പിക്ചർ വരച്ചെടുക്കുക. ഞാൻ വലിയ കലാകാരമൊന്നും അല്ലാത്തത് കൊണ്ടും എനിക്കൊരു വെബിൻ്റെ ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ ഒരു ഫ്ലവറിൽ തുടങ്ങിയാണ്, പക്ഷെ അവസാനിക്കുന്നത് ഫ്ലവറിലൊന്നുമല്ല, വെബിലാണെന്ന് മാത്രം. ഏതായാലും നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണെങ്കിൽ നല്ല നല്ല ചിത്രം തന്നെ വരച്ചോളി. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ വരച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിക്ചർ കംപ്ലീറ്റ് ആയി. ഇനി ഗ്ലൂ ഗൺ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഈ പിക്ചർ വരച്ചതിന് നേരെ മേലെ ഒന്ന് ജസ്റ്റ് ഗമ്മാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആക്കി കൊടുക്കുമ്പോൾ നല്ല തിക്നെസ്സിൽ തന്നെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചില സ്ഥലത്തൊക്കെ തിന്നായി പോവും. അതൊക്കെ വീണ്ടും നമ്മൾ ഗം വെച്ചിട്ട് തന്നെ റെഡിയാക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾക്ക് ചെറുങ്ങനെ നൂല് പോലെ വരുമല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ലാസ്റ്റ് അതെടുത്ത് പറിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങളെ കയ്യിൽ ചെറിയ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാവും, നന്നാവുക. എൻ്റെ കയ്യിൽ ചെറുതൊരെണ്ണം ഉണ്ടേനെ, അപ്പോൾ തപ്പിറ്റ് കാണാനില്ല. അപ്പോൾ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഫുള്ള് ഗമ്മാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ ചൂടാറി വന്നതിന് ശേഷം ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല ഉഷാറായിട്ട് പൊളിഞ്ഞു പോരും കേട്ടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റീൽ പാത്രം തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാ കാണാൻ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലായില്ലേ. ഇനി നമ്മളൊന്ന് കളറൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല കൊട്ടപ്പനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ബാംബൂ ഗ്രീനാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കളർ ഏതാച്ചും എടുത്തോളി. എൻ്റെ കിച്ചൺ ടേബിൾ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ തന്നെ ചൂസ് ചെയ്തത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ കൂടുതൽ കാണിച്ച് നീട്ടി പരത്തണില്ല. ചുരുക്കി പറഞ്ഞൊക്കെയാണെങ്കിൽ 2 കോട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഈ ഗ്രീന്. ആദ്യത്തെ ഒരു കോട്ട് കൊടുത്തത് ഉണക്കിയതിന് ശേഷം രണ്ടാമത് വീണ്ടും ഒരു കോട്ട് കൊടുത്ത്. കാരണം ആ ഒരു പച്ചങ്ങട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും ഇതേപോലെ ഗ്രീൻ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്തത് ഗോൾഡൻ കളർ ആ ഔട്ട്ലൈനിൽ മാത്രം ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതും ഇതേപോലെ 2 കോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തതും ഉണങ്ങിയിട്ട് 2 കോട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഇതേപോലൊരു വാർണിഷ് പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലോസി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലുള്ളൊരു മെച്ചം എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ മേലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുമ്പം നമ്മൾക്ക് അതിൻ്റെ പെയിൻറ്റൊക്കെ ഇളകി പോരാതെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. ഇതും കൂടി അടിച്ച് കഴിഞ്ഞപ്പം ഇതാ സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ടേബിൾ മാറ്റാണ് നമ്മുടെ സാധനം. നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതാ ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേബിളിലേക്ക് മാച്ച് ആയിട്ടുള്ള ടേബിൾ മാറ്റ് തന്നെ ഉണ്ടോ. ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ലല്ലോ. നമ്മളെ ചെയർ ഏത് ഷേപ്പാണോ അല്ലെങ്കിൽ ചെയർമേലുള്ള ഡിസൈൻ എന്താണോ അതേപോലെ തന്നെ ടേബിൾ മാറ്റ് നമ്മൾക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. ഗ്ലൂ ഗൺ ഉണ്ടായാൽ മാത്രം മതി. ഇതാണ് എൻ്റെ കിച്ചൺ ടേബിൾ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.